10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും നമ്മൾ ആരായി തീരണമെന്ന്, ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊക്കെയുള്ളത് ഇല്ലേ. ശരിക്കും ഈ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണല്ലേ. പണ്ടത്തെ സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമകൾ കണ്ടിട്ട് പല കുട്ടികളും ആഗ്രഹിച്ചിട്ടുണ്ട് പോലീസ് ആവണം, CID ഓഫീസർമാരാകണം, ആർമി ഓഫീസേഴ്സ് ആവണം, ഡോക്ടേഴ്സ് ആവണം എന്നൊക്കെ ഇല്ലേ. അവരുടെയൊക്കെ സിനിമകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ശരിക്കും നമുക്കങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും അതിനോടുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ അഭിരുചി ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും 2 തരത്തിലാണ്. ഒന്ന് ജനറൽ ഇൻട്രസ്റ്റും കരിയർ ഇൻട്രസ്റ്റും. ബാഹ്യമായ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇൻട്രസ്റ്റാണ് ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട്ടുകാരോ ഒക്കെ പറഞ്ഞ് കേട്ട് നമുക്കുണ്ടാകുന്ന ഇൻട്രസ്റ്റോ, അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ സിനിമകൾ വഴിയോ നമ്മളിൽ എത്തിച്ചേരുന്ന ഇൻട്രസ്റ്റാണ് ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു കാലഘട്ടം കഴിയുമ്പോൾ മാറും. കരിയർ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ജോലിയായി അല്ലെങ്കിൽ പ്രൊഫഷനായി ചെയ്യാനായി തയ്യാറായിട്ടുള്ളതും അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ളതുമായ കാര്യങ്ങളാണ് കരിയർ ഇൻട്രസ്റ്റ്. ഉദാഹരണത്തിന് മാത്സ് ഇഷ്ടമില്ലാത്തൊരു കുട്ടി, ലോജിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ്സും അറിയാത്തൊരു കുട്ടി എൻജിനീയറിംഗ് കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അവനതിലൊരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ രോഗീ പരിചരണം ഇഷ്ടമില്ലാത്തവരും രോഗിയെ കാണുമ്പോൾ സഹാനുഭൂതി തോന്നാത്തവരും കെയർ നൽകണമെന്ന് തോന്നാത്തവരും ഈ ഫീൽഡിലോട്ട് കടന്നു വന്നാൽ അത് കുട്ടിക്ക് മാത്രമല്ല രോഗിക്കും അപകടകരമാണ്. കരിയർ ഇൻട്രസ്റ്റ് ദീർഘകാല കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന താല്പര്യങ്ങളാണ്. ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ഫാക്ടർ മാത്രമാണ്. കരിയർ ഇൻട്രസ്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ. കരിയർ ഇൻട്രസ്റ്റ് എന്താണെന്നും ജനറൽ ഇൻട്രസ്റ്റ് എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പലരുടെയും കരിയറിലേക്കുള്ള ഒരു കൺഫ്യൂഷൻസ് തന്നെ മാറിക്കിട്ടും. കരിയർ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി തിരിച്ചറിയുന്നതിനും എന്താണ് തങ്ങളുടെ അഭിരുചി എന്ന് മനസ്സിലാക്കുന്നതിനും കരിയർ അസസ്മെൻ്റ് എടുക്കാവുന്നതാണ്. ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ജനറൽ ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി കരിയർ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കരിയർ ഇൻട്രസ്റ്റ് അസസ്മെൻറ്റിലൂടെ കണ്ടെത്താം. AI സ്കിൽ സ്കാൻ അസസ്മെൻറ്റ് ചെയ്യുന്നതിനും കരിയർ ഇൻട്രസ്റ്റ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിനും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഞാനുമുണ്ട്.